ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബമായിരുന്നു. അപ്പച്ചനാണെങ്കിൽ ഡ്രൈവറായിരുന്നു, അമ്മച്ചിയാണെങ്കിലും വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യുന്നു. ആടിനെയും കോഴിയെയൊക്കെ വളർത്തുന്ന ഒരു അമ്മയായിരുന്നു. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഞാനും ചേട്ടനൊക്കെ വളർന്നത്. സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. മുന്നോട്ട് സ്വാധീനിച്ചത് എപ്പോഴും പള്ളിയും വിശ്വാസ പരിശീലനമായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയത് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു വഴിയിലേക്ക് വരുവാനൊക്കെ ആയിട്ട് സ്വാധീനിച്ചത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരിയിൽ ചേർന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് വേണ്ടി 2017 ഡിസംബർ 27-ാം തീയതി തിരുപ്പട്ടം സ്വീകരിച്ച് അച്ഛനായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് കാണുന്ന ഈ ദേവാലയം 1995 പണി തുടങ്ങുകയും 2000 അതിൻ്റെ ആശീർവാദ ക്രമമൊക്കെ നടത്തുകയും ചെയ്തത്. ഈ ഇടവകയിൽ ഏകദേശം നമുക്ക് 200ഓളം വീട്ടുകാരാണുള്ളത്. ഇടവകയോട് അവർ സഹകരിച്ചു കൊണ്ട് പോകുന്നവരാണ്. അതുപോലെ തന്നെ ഇടവകയിൽ മറ്റ് സംഘടനകളുണ്ട്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ പറഞ്ഞ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ഇടവകയിൽ ജനങ്ങളെ പ്രാർത്ഥിക്കാൻ, ഇരട്ടി പ്രാർത്ഥിപ്പിക്കുവാൻ സഹായിക്കുന്ന ഘടകമാണ് ഇവിടുത്തെ ഗായക സംഘം. ഭൂരിഭാഗം സാധാരണക്കാരായിട്ടുള്ളവർ, അവരുടെ മക്കളാണ് കൂടുതലും ഇവിടെ ഗായക സംഘത്തിൽ വന്ന് പ്രവർത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ബൈബിൾ വാക്യങ്ങളിൽ ഏതാനും, അത് പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് നമ്മളത് കാണുക. 15-ാം അധ്യായം 10-ാം തിരുവചനം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുപോലെ തന്നെ പൗലോസ്ലീഹയുടെ തന്നെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണെന്നുള്ളത് അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം തിരുവചനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതവും അതൊരു ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തു തന്നെയാണ് നമുക്ക് നൽകിയത്. അപ്പോൾ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള വലിയൊരു തീക്ഷ്ണത. അതുപോലെ തന്നെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു തിരുവചനം. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ഈശോ വളർന്നത് നമുക്കറിയാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് അവൻ വളർന്നു വന്നത്. ഇപ്പോൾ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അറിവുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വളരുമ്പോൾ ഈ ലഹരി വസ്തുക്കളോടുള്ള ചിലപ്പോൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ചില സുഖം തേടിയിട്ടുള്ള ചില യാത്രകൾ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൽ നിന്നൊന്ന് വിട്ടുപോവാണ്. CBN ചാനൽ കടന്നു വന്നത് തന്നെ വലിയ ഒരു അത്ഭുതത്തോടെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. ഇവിടെ നടത്തുന്ന ആത്മീയ ശുശ്രൂഷകളെ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഗായക സംഘത്തെയും അത് ലോകമെങ്ങും എത്തിക്കാനുള്ള വലിയൊരു ദൗത്യം ഞങ്ങൾ വളരെ അഭിമാനത്തോടെ നോക്കിക്കാണുകയാണ്. അത് കാണുന്നവർ തീർച്ചയായിട്ടും ആത്മീയമായിട്ട് വളരുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഇവർ ചെയ്യുന്ന മഹനീയമായിട്ടുള്ള സേവനങ്ങൾക്ക് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക.